അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ രജനി വന്നു. രജനി വന്നു. ആൾക്കാർക്ക് രജനിയെ കാണിക്കുന്നില്ല എന്നുള്ള പരാതിയാണ്. രജനിയാണെങ്കിൽ വലിയ ഗമയിൽ നിൽക്കുകയുമില്ല. അപ്പോൾ ഇന്നെല്ലാം ഞാൻ അവളെ ഏൽപ്പിച്ചിരിക്കുക. രാവിലെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ഏൽപ്പിച്ചിരിക്കുക. അവളപ്പോൾ വന്നിട്ട് നല്ല കുട്ടിയാണ് കേട്ടോ. പാത്രമൊക്കെ കഴുകുന്നു. അവളുടെ വീട്ടിലേ എല്ലാം കഴിഞ്ഞല്ലേ വരുന്നത്. ഇന്നാണെങ്കിൽ ഹസ്ബൻഡുള്ള ദിവസമാണ്. ഇന്ന് അവന് പണിയൊന്നും ഇല്ലല്ലോ, പണിയില്ലാത്ത ഞായറാഴ്ചയല്ലേ. അപ്പോൾ അത് കാരണം ആ കുട്ടി ഇന്ന് എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ എളുപ്പം പോകും കേട്ടോ, ഇന്ന് എൻ്റെ ഹസ്ബൻഡും പിള്ളേരും വീട്ടിലുള്ള ദിവസമാണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ കുട്ടി രജനി, നിന്നെ എത്ര പേരാ കുട്ടിയെ അന്വേഷിക്കുന്നു? സത്യം ഭഗവാൻ, സത്യമായിട്ട് കുറേ പേര് അന്വേഷിക്കുന്നു. ടീച്ചർ എന്താ രജനിയെ മുമ്പിലേക്ക് കൊണ്ടുവരാം? ഞാൻ കൊണ്ടുവരാടിയല്ലേ കൂട്ടുകാരെ, അവള് വരാത്തതാണ്. അപ്പോൾ പറയണം, അന്ന് ആ കുട്ടി വന്നു നിന്നു ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞില്ല. നീ കാണുന്നില്ലേടി കമൻസ് ഒന്നും? അതാകൊണ്ടാണ് നീ കാണാത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് കുട്ടി കുമ്പളങ്ങ മുറിച്ച് വയ്ക്കും മോളെ. ഇന്ന് ഞാൻ വിചാരിക്കും നമുക്ക് ചേമ്പും തണ്ട്, നമുക്ക് പ്രകൃതിയിലേക്ക് പോകാം. ആൾക്കാർ വിചാരിക്കും കേട്ടോ, സരസ്വതി ടീച്ചർക്ക് ചേമ്പും തണ്ടും ഇലകളും ഒക്കെ ഉള്ളൂ. ഞങ്ങൾ വെജിറ്റേറിയൻ ഒന്നുമല്ല, നോണും കഴിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ഒരു ദിവസം അത്രയ്ക്കേ ഉള്ളൂ. എന്നെങ്കിലും ഒരു മാസത്തിൽ 1-2 ദിവസം. പിന്നെ കുഞ്ഞുങ്ങൾ വന്നാലൊക്കെ മേടിക്കും. പിന്നെ അവരുടെ വീട്ടിലൊക്കെ, പിള്ളേരുടെ വീട്ടിലൊക്കെ പോയപ്പോഴും എന്നും ഇതൊക്കെ തന്നെയല്ലായിരുന്നോ? എന്നും ചിക്കനും മീനും ഒക്കെ. പിള്ളേരില്ലേ, പേരക്കുട്ടികൾ, അവർക്കൊക്കെ എന്നും വേണമല്ലോ. അതുകൊണ്ട് പിന്നെ പട്ടികളില്ലേ മൂത്ത 2 വീട്ടിൽ, അതുങ്ങൾക്കും വേണ്ടേ. വീട്ടിലുള്ളവർക്കില്ലെങ്കിൽ അവർക്ക് മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. ചിക്കനൊക്കെ ചിലപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇല്ലായിരിക്കും. ഒരെണ്ണം കൊണ്ടുവന്ന് അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ബിസ്ക്കറ്റുകൾ എന്തെല്ലാമാണ്. പിന്നെ അപ്പോൾ ഇത് നമുക്ക് ചേമ്പും തണ്ട് കൊണ്ട് ഒരു കറി വയ്ക്കാം. അതൊക്കെ പോഷക ഗുണമാണെന്ന്, വിഷമില്ലല്ലോ. നമ്മുടെ മുറ്റത്ത് തന്നെ രാവിലെ ഞാൻ ഒരു 3/4 മണിക്കൂറോളം തൊടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് പഴയ പോലെ ആയി. ഞാൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് കുട്ടിയെ ഞാൻ കുറേ ചേമ്പുകളെല്ലാം വലിച്ച് കളഞ്ഞു കേട്ടോ. ഒരുപാട് കശവശേന്ന് നിൽക്കും. അപ്പോൾ അതിനൊരു അടുക്കും ചിട്ടയില്ല, ഒന്നിലും കിഴങ്ങും കണ്ടില്ല. അപ്പോൾ ഞാനിന്ന് തൈമാവിനൊക്കെ കുറച്ച് മണ്ണിട്ടു, തടമൊക്കെ എടുത്തു, മണ്ണൊക്കെ ശരിയാക്കിയിട്ടു. അതിൻ്റെ അകത്തൊക്കെ അടിയിലൊക്കെ കല്ലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. കുപ്പിച്ചിലൊക്കെ കണ്ടു. അതെല്ലാം പെറുക്കി കളഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കി. കുറച്ച് കശുവശാന്ന് നിന്ന് ചേമ്പിനെ എല്ലാം പറിച്ച് കളഞ്ഞേച്ച് ഒരു 5-6 എണ്ണം അപ്പുറത്തോട്ട് മാറ്റി കുഴിച്ച് വെച്ചു. ഒരു ചേമ്പിൻ്റെ തണ്ടെടുത്തുകൊണ്ട് വന്നു. ഇതൊക്കെ ഒരു വിഷവും ഇല്ലാത്തല്ലേ, ഇതൊക്കെ തന്നെ നമ്മളിതൊക്കെ കഴിക്കണം. എന്ത് ഫ്ലാറ്റാണെന്ന് പറഞ്ഞാൽ ഒരു ചട്ടിക്കകത്ത് 1 മൂട് ചേമ്പ് വെച്ചാൽ ഉണ്ടല്ലോ രജനിയെ, അതിനകത്ത് നമുക്ക് ആവശ്യാനുസരണമുള്ള തണ്ടും ഇലയും വരുമല്ലേ. ഈ ചൊറിയാത്ത ചേമ്പ് നോക്കി മേടിക്കണം. ഒരു ചുമന്ന തണ്ടുള്ള പിന്നെ ചേമ്പില്ലേ കുട്ടി, അതെ, ചീരച്ചേമ്പ്, അതൊന്നും ചൊറിയേയില്ല. അതൊക്കെ മേടിക്കണം നമ്മൾ. പിന്നെ ഇന്നപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് 2 തണ്ടെടുത്ത് ഇന്നെല്ലാം രജനി ഏൽപ്പിക്കുക. എനിക്ക് തൊടിയിലൊക്കെ അത്രയും ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് അതല്ല ഫുള്ളും അവൾ തന്നെ ചെയ്യുന്നത്. എന്നാലും ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കറികൾ എനിക്ക് വീഡിയോയിൽ കാണിക്കണമെങ്കിൽ ഞാൻ തന്നെ അങ്ങ് ചെയ്യുകയല്ലേ. ഇപ്പം എനിക്ക് അന്ന് വയ്യാഴി വന്നതിന് ശേഷം ഇങ്ങോട്ട് 5-6 മാസമായിട്ട് അവൾ തന്നെയാണ് കുക്കിങ് മുഴുവൻ. ഇപ്പം അവൾ എന്നെ, എൻ്റെ മക്കളും അവളും ഒക്കെ കൂടെ ചേർന്ന് എന്നെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്നു, ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് രജനി ഇപ്പം ചെയ്യുന്നുണ്ട്. ഒക്കെ തോല് കീറിയെടുത്തിട്ട് കുട്ടി അത് പൊടിയായിട്ട് അരിയണം. പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേമ്പുന്നണ്ട് തോരൻ വെക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അറിയാത്ത പിള്ളേരും ഇതൊന്നും ഉപയോഗിക്കാത്ത പിള്ളേർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇന്നെന്താടി മുല്ലപ്പൂ കിട്ടിയില്ലയോ ഡാഡി? ഇപ്പോൾ വെക്കുന്നേ ഇല്ല, എന്ത് പറ്റി? പിന്നെ അപ്പോൾ പിന്നെ ചേമ്പൻ തണ്ടിൻ്റെ തോല് കളഞ്ഞ് കുട്ടി ഇങ്ങോട്ടൊന്ന് കാണിക്കുക. ചേമ്പൻ തണ്ട് വലിയ ചേമ്പിൻ്റെ, ചീമച്ചേമ്പിൻ്റെ തണ്ടാണ്. ഇതിന് തോല് കളഞ്ഞ് മോളെ പൊടിയായിട്ട് അരി കേട്ടോ. കൊത്തി അരി ഒന്ന് നാലായിട്ട് കീറിയിട്ടൊന്ന് കൊത്തിയിട്ട് അരി, അപ്പോഴേ അതിന് രുചി വരൂ. ഇല്ല, കൊത്തി അരിഞ്ഞ് ഞാൻ ചെയ്യുന്നതല്ലേ രജനി. ഇതൊക്കെ കൊത്തി അരിഞ്ഞിട്ട് നമ്മളതിനെ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി അവിടെ മാറ്റി വയ്ക്കണം. അത് കഴിയുമ്പോൾ നമ്മളതിനെ ഒന്ന് പിഴിയണം. പിഴിഞ്ഞതിൻ്റെ ആ വെള്ളം അങ്ങ് കളയണം. വേണമെങ്കിൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രജനി എങ്ങനെയാണ് വെക്കുന്നതെന്ന്? അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് കടുവ് താളിച്ച് ചട്ടി വെച്ച് കടുവ് താളിച്ചിട്ട് ഇതിനെ വാരിയിട്ടിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒന്നും ഒഴിക്കണ്ടല്ലേ കുട്ടി. എന്നിട്ട് അതിനെ തല്ലിപ്പൊത്തി അവിടെ വയ്ക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു
അരമൂടി നാളികേരം മതി, ഒരുപാട് എന്നാലും വേണം, കുറച്ച് വേണം കേട്ടോ രജനി. കണ്ടോ, ഇത്രയും നാളികേരോ, ഒരു 4 കാന്താരി, ഇത്തിരി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞൾപ്പൊടി, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി, ആ മഞ്ഞൾപ്പൊടി ഒക്കെ കൂടിയിട്ട് ഒന്ന് കറക്കിയാൽ മതി മിക്സിയിലെ ചെറിയ ബൗളിൽ. അവിയലിൻ്റെ അത്രയും പോലും അവിയലിൻ്റെ അത്രയും പോകണ്ട, അവിയൽ ഇച്ചിരി കൂടെ പോകണം, ചതഞ്ഞെടുത്താൽ മതി. ഒരുവിധം ഒന്ന് തിരിച്ചെടുക്കണം. എന്നിട്ട് അതിന് ഇത് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ചീനിച്ചട്ടിയിൽ നിന്ന് അതിനൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് അപ്പോഴത്തേക്ക് വേകും, അധികം വേവില്ല. എന്നിട്ട് ഈ ചേമ്പുന്തണ്ട് അരിഞ്ഞത് അടുപ്പത്ത് കിടക്കുകയല്ലേ, ആ വെന്തതിലേക്ക് നമ്മൾ ഈ അരവിനെയും കൊട്ടി ഇളക്കി വീണ്ടും ഒന്നുകൂടെ തല്ലിപ്പൊത്തി വെച്ച് കഴിയുമ്പോഴത്തേക്ക് സ്വാദിഷ്ടമായ ഒരു തോരനാകും. അപ്പോൾ തോരനും പിന്നെന്താ രജനി, കുമ്പളങ്ങ കൂട്ടാനും തോരനും ബീട്രൂട്ട് പച്ചടിയുമാണ് ഇന്ന് നമുക്ക്. കുമ്പളങ്ങ മുളക് വെച്ചും ബീട്രൂട്ട് പച്ചടി, പിന്നെ ചേമ്പുന്നട്ട് തോരനുമാണ് ഇന്ന് നമ്മുടെ വിഭവങ്ങൾ. കുട്ടിക്ക് എളുപ്പം അങ്ങ് പോകണ്ടേ, അപ്പോൾ അത് കാരണം കൊണ്ട് രജനി ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഒരു ഹായ് പറയൂ. ഇതാണ് എൻ്റെ സുന്ദരിക്കുട്ടി. അപ്പം അവൾക്ക് നിൽക്കാൻ മടിയൊന്നും ഉണ്ടായിട്ടല്ല, ഈ ജോലിയുടെ ഇടയിൽ കൂടി ഇതൊക്കെ എടുക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും, അതാണല്ല, ഒന്നുമല്ല. കോപക്കാരിയാ ഇടയ്ക്കൊക്കെ, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ഇട്ടേച്ച് പോകുമെന്ന്. എന്തിനായിരുന്നടി, എന്താ പറഞ്ഞത്, നമ്മളെന്തോ തമാശ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇട്ടേച്ച് പോകുമെന്ന് പറഞ്ഞപ്പം ഇന്നത്തെ കാലത്ത് ഒന്നിനെ പാടാ, പിന്നെ ഇട്ടേച്ച് പോയാൽ പിന്നെ ഇനി കിട്ടാൻ വഴിയില്ലേ, ഒരു കല്യാണത്തിനെ പാടാ അല്ലേ, പിന്നെ ഇട്ടേച്ചും കൂടെ പോയാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്ക്. രജനിയെ ഇന്നിപ്പം പിള്ളേർ ഉണ്ണിയെല്ലാം അവിടെ ഉണ്ടല്ലോ, രാവിലെ എന്തൊക്കെയാ ഇന്നെന്തോ അടി നിനക്ക് കൂട്ടാൻ? ഓ, ഇവിടെയും കുമ്പളങ്ങ അവിടെയും കുമ്പളങ്ങ. എന്ത് മീന്? റോഡിനോ പോയിരിക്കുകയാണ്. ഓ ശരിയാണ്, മീനാകുമ്പോൾ അവനാണല്ലോ വെപ്പൊക്കെ, കാരണം അവൾ മീനെ തൊടില്ലല്ലോ. അപ്പോൾ ഇവൾ പോരുമ്പോഴത്തേക്ക് അവൻ മീനിന് പോയിരിക്കുന്നതാണ്, അവൻ കൊണ്ടുവന്നൊക്കെ ഇന്നിപ്പോൾ വൃത്തിയായിട്ട് മദാമ്മ ചെല്ലുമ്പോഴത്തേക്കെല്ലാം വയ്ക്കും. അവൾ കഴിക്കില്ലല്ലോ, അവനങ്ങ് വയ്ക്കും അത്. പിന്നെ നീ അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കൂട്ടാൻ കൊണ്ട് കൂടി? ഓ, കുമ്പളങ്ങ കറി ഉണ്ടല്ലോ അല്ലേ. ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോകുന്നുമില്ല. പിന്നെ എൻ്റെ സിങ്കാണ് ആ കാണുന്നത്, അതാണ് നിങ്ങൾക്ക് തോന്നി ഇതെന്താ ഈ ടീച്ചർ ഇതെന്താ. അത് നമ്മുടെ അടുക്കള ചെറുതാണ് കേട്ടോ. ഇപ്പം അതിനപ്പുറത്ത് കാണുന്നതാണ് വർക്ക് ഏരിയ, കണ്ടോ. അവിടെ ആ വർക്ക് ഏരിയ കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തൊരു അടുക്കളയും ഉണ്ട്. അങ്ങോട്ടൊന്നും പോകുന്നൊന്നുമില്ല. അതെ പഴയ സത്യം രജനി പറഞ്ഞു, പഴയ വീടല്ലേ രജനി. എൻ്റെ കുഞ്ഞു ചെറിയ മകൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെച്ചതാണ് ഈ വീട് കേട്ടോ. അതെ മക്കളുടെയൊക്കെ വീട് മോഡലില്ലേ. ഇതിപ്പം 1980, 81, 81, 82, 83, 1984 പണിത വീടാണിത്. അപ്പോൾ അന്നത്തെ പരിഷ്കാരമൊക്കെ അല്ലേ ഉള്ളൂ. അടുക്കളയൊക്കെ ആണേലും സാധാ നാടൻ അടുക്കള. അപ്പോൾ സിങ്കൊക്കെ ഇങ്ങനെ ഇവിടെ തന്നെ ആയി. അത് കാരണം കൊണ്ട് ഈ പാത്രമൊക്കെ ഇങ്ങനെ കാണും. ഞാൻ എത്ര ഒതുക്കി വെച്ചാലും ആ സൈഡിലേക്ക് എൻ്റെ ക്യാമറ തിരിയും. എനിക്ക് അത്രയ്ക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ എത്ര ഒതുക്കി വെച്ചാലും ക്യാമറ അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇന്നപ്പോൾ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ രജനിയെ, അപ്പോൾ നമുക്ക് ഇന്ന് ഒന്നും കൂടെ പറയാമല്ലോ. അതെ സത്യമാണ്. നമ്മുടെ ഇനിയും കണ്ടില്ലോ, കണ്ടോ, ഇനിയും ഫ്രിഡ്ജിൻ്റെ മുകളിൽ 1-2 സാധനങ്ങളും കൂടെ ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഉണക്കി എടുത്തും വെറുതെ ഇരിക്കുന്ന പരിപാടി സത്യത്തിലില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കും. തൊടിയിലേക്കൊക്കെ വീണ്ടും തുടങ്ങി. പിള്ളേരറിഞ്ഞാൽ വഴക്ക് പറയും, ഇനിയിപ്പോൾ അമ്മ തൊടിയിലൊന്നും ഇറങ്ങി ഒന്നും ചെയ്യരുതെന്ന് പറയും. അപ്പോൾ എന്നാലും നമ്മളെന്തെങ്കിലുമൊക്കെ രാവിലെ 3/4 മണിക്കൂർ ഇന്നും തൊടിയിൽ തന്നെയായിരുന്നു. ഒന്ന് അങ്ങോട്ട് പറിച്ച് വയ്ക്കും, ഒന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. രജനി ഇന്നലെ കൊണ്ടുവന്ന എന്തോ അമര വെച്ചു കേട്ടോ. പക്ഷെ പടത്താൻ സൗകര്യമില്ല കുട്ടി, എന്നാലും എനിക്കത് കളയാൻ മനസ്സ് തോന്നില്ല. ഞാൻ നമ്മുടെ താമരക്കുളത്തിൻ്റെ കൊണ്ട് ആ ബാക്കിലിട്ടില്ലേ, അതിൻ്റെ സൈഡിലായിട്ട് വെറും നിലത്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പടന്നോളുമോ? അവിടെയൊക്കെ പടന്നാലും 4 കാ കിട്ടുമല്ലേ. അപ്പോൾ ഞാൻ കുഴിച്ച് വെച്ചു, വെള്ളം ഒഴിച്ചു. എന്നാൽ നിനക്കത് എനിക്കൊന്ന് കുഴിച്ച് വെച്ച് തന്നിട്ട് പോയിക്കൂടായിരുന്നു കുട്ടി.
ഞാൻ ഇനിയിപ്പോൾ എന്നാന്നറിയാം രജനി, എനിക്ക് കൈക്കോട്ടെടുത്ത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴേ ഒരാവേശത്തിന് ഞാനങ്ങ് ചെയ്യും മോളെ. പക്ഷേ എനിക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോള് വേദനയും ഒക്കെയാണ്. വയസ്സായില്ലേ, വയസ്സ് എത്രയാണെന്ന് കൂടെ ഞാൻ പറയണോ? ഇല്ലല്ലോ, 76 തികഞ്ഞില്ല ഈ മെയ് മാസം.